പാരൻറ്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പാരൻറ്റിങ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, നല്ലപോലെ മനസ്സിലാക്കണം. കുഞ്ഞ് എന്ന് പറയുന്നത് രണ്ടുപേരുടെയും ഉത്തരവാദിത്തമാണ്. പക്ഷേ ചില സമയങ്ങളിൽ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും കാരണം കൊണ്ട് സിംഗിൾ പാരൻറ്റിങ്ങിലേക്ക് പോവാറുണ്ട്. അത് പണ്ടത്തെ മാതിരിയല്ല. ഇന്ന് അച്ഛനും അമ്മയും ഒരുമിച്ച് ചേർന്ന് കുഞ്ഞിനെ വളർത്തുമ്പോൾ പണ്ടൊക്കെ അച്ഛൻ മാത്രം ജോലിക്ക് പോകുന്നൊരു കാലം, അമ്മ വീട്ടിലെ കാര്യങ്ങൾ, അങ്ങനെയൊക്കെ ഒരു രീതിയിലായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നു. എല്ലാവർക്കും ഈക്വലി കുട്ടിയോടുള്ള റെസ്പോൺസിബിലിറ്റിയാണ്. ഈ ലോകത്തിലേക്ക് ഒരു കുഞ്ഞിനെ കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തം അച്ഛനും അമ്മയും കാണിച്ചിട്ടുണ്ടെങ്കിൽ, അച്ഛനും അമ്മയും ഒരുമിച്ചല്ല എങ്കിൽ പോലും കുഞ്ഞിൻ്റെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കേണ്ട ചുമതല രണ്ട് കൂട്ടർക്കും ഉണ്ട്. പണ്ട് നമ്മളൊക്കെ കേട്ടിട്ടുള്ളൊരു കഥയുണ്ട് അല്ലേ, എൻ്റെ കുഞ്ഞാണ് എന്ന് പറഞ്ഞിട്ടുള്ള വഴക്ക് രാജാവിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ രാജാവ് കുഞ്ഞിനെ പങ്കുവയ്ക്കാൻ പറഞ്ഞു, നെടുകെ മുറിച്ചിട്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരമ്മ പറഞ്ഞു, അത് വേണ്ട, അവരെടുത്തോട്ടെ, അവരുടെ കുഞ്ഞാണ്. കാരണം ആ അമ്മയ്ക്ക് മനസ്സിലായി എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നതാണ്. മറ്റാൾക്ക് അതാണെങ്കിലും കുഴപ്പമില്ല, കാരണം ആ വേദന അറിഞ്ഞിട്ടില്ലല്ലോ. അതുമാതിരി തന്നെയാണ് പാരൻറ്റിങ്ങിൻ്റെ സ്റ്റേജിൽ കൂടെ പോയവർക്ക് ശരിക്കും ഈ കുട്ടികൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്നും രണ്ടും മനസ്സിലാക്കാനുള്ള സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞതെന്ന് ഇപ്പം നിങ്ങൾ ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഒരു സംഭവത്തിനെ മാത്രമല്ല, കുറേ സംഭവങ്ങളിൽ കണ്ടുവന്നിട്ടുള്ള ചില കാര്യങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ പറയുന്നത്. ഇത് പാരൻറ്റിങ് ബേസ് ചെയ്തിട്ടും കൂടിയാണ്. അച്ഛനും അമ്മയുടെയും ഉത്തരവാദിത്തമാണ് ഒരു കുഞ്ഞ് എന്നുള്ളതിൽ. അതിൽ ഫിനാൻഷ്യൽ സപ്പോർട്ട് മാത്രമല്ല, ഇമോഷണലി ആൻഡ് മെൻ്റൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളൊരു കാര്യം കൂടി പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പിന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്, മീഡിയ മാധ്യമ പ്രവർത്തകർ എല്ലാവരോടും ഒരു കാര്യം പറയുകയാണ്. കുട്ടികളെ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു വീഡിയോയിൽ കണ്ടൊരു കാര്യമാണ്. ഒരു ലേഡി വേറൊരു റിലേഷൻഷിപ്പ് പറഞ്ഞ് പോയപ്പോൾ അവരുടെ വീട്ടിൽ പോയിട്ട് ആ കുട്ടിയോട് ചോദിക്കുകയാണ്, കുഞ്ഞെ നിനക്ക് എന്താ തോന്നിയേ, അമ്മയോട് തിരിച്ചു വരാൻ പറയുമെന്ന് പറഞ്ഞിട്ട് മൈക്ക് കൊടുത്തിട്ട് അമ്മയെ വരാൻ പറഞ്ഞിട്ടുള്ള ഡയലോഗ്സ് ഒക്കെ പറയിപ്പിക്കുക. ഇത്രയും ചീപ്പായിട്ടുള്ളൊരു കാര്യമില്ല. കുഞ്ഞുങ്ങളുടെ പ്രൈവസി പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ മുതിർന്ന ആൾക്കാരുടെ ചുമതലയാണ്. അത് തെറ്റിക്കുന്നത് അതൊരു റോങ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നിയമവിരുദ്ധമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഇവിടെ അച്ഛൻ അമ്മ കുട്ടി പറഞ്ഞൊരു കാര്യം, ആ കുട്ടി പറഞ്ഞ കാര്യം ആ കുട്ടിയുടെ ഫീലിംഗ് ആണ്. ആ കുട്ടിക്ക് എന്താണോ എക്സ്പീരിയൻസ് ചെയ്തത് അതെന്നാണ് പറയുന്നത്. അപ്പം അതിലേക്ക് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുട്ടി 18 വയസ്സിന് താഴെയാണെങ്കിൽ കുട്ടിയാണ്. അതിൻ്റെ ഇടയിലേക്ക് അച്ഛൻ വന്നിട്ട് റിയാക്ട് ചെയ്യുക, അമ്മ വന്ന് റിയാക്ട് ചെയ്യുക പറഞ്ഞിട്ട് അങ്ങനെ ഒരു ലെവല്, അതെല്ലാവരും അവരുടെ ഭാഗം ന്യായീകരിക്കുകയാണ്. നിങ്ങൾ അവർ പേഴ്സണലായിട്ടൊരു സ്ഥലത്ത്, നിങ്ങൾക്ക് കംഫർട്ടായ ഒരു സ്ഥലത്ത് പോയിട്ടിരുന്ന് ഒരു പ്രൊഫഷണൽ ഹെൽപ്പോട് കൂടിയിട്ട് സംസാരിക്കുക, കുട്ടികളുടെ കാര്യത്തിലേക്ക് പോവുക. മാധ്യമങ്ങൾ അവരെ കൊണ്ടുവന്നിട്ട് മീഡിയയിൽ എന്താണ് അഭിപ്രായം, റോൾ എന്താണ് തോന്നുന്നത് എന്ന രീതിയിലും ഇതിനൊരു വഷളാക്കാതിരിക്കുക എന്നൊരു അഭിപ്രായം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ മാധ്യമത്തിൻ്റെ ഒരു ഇതാണല്ലോ, അവരെന്ത് ചെയ്യും, അമ്മയുടെ ഇത് കേൾക്കട്ടെ, അച്ഛൻ്റെ ഇത് കേൾക്കട്ടെ, അത് കഴിഞ്ഞാൽ കുട്ടിയുടെ അടുത്ത് എന്താ അഭിപ്രായം എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, ഇത് ശ്രദ്ധിക്കാതെ പോയ എല്ലാവരിലേക്കും എത്തും ചെയ്യും. അതാണ് ഉണ്ടാവുന്നത്. ഇത് പലപ്പോഴും കാണുന്നതാണ് പലരിലേക്കും. അപ്പോൾ അത് ചെയ്യുന്നത് റോങ് ആയിട്ടുള്ളൊരു കാര്യമാണെന്നാണ് പറയുന്നത്. ദയവ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. കുട്ടികൾക്ക് അവരുടെ സ്കൂളിൽ നിന്നുണ്ടാവുന്ന പ്രഷർ ഭയങ്കര കൂടുതലാണ്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആ കുട്ടികൾക്ക് അവരുടെ അച്ഛനും അമ്മയും കുറിച്ചിട്ട് മറ്റുള്ളവരുടെ അടുത്ത് അഭിപ്രായങ്ങൾ പറയേണ്ടി വരുന്നത്, അത് ഓക്കെ അല്ല എന്ന് പറയുന്നത് അവർക്ക് ഓക്കെ ആയിട്ടുള്ള കാര്യമല്ല. ഞാനൊരു ചെറിയൊരു ഷോർട്ട് ഫിലിം അവയർനെസ്സിൻ്റെ ഇതിനുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സ്കൂളിൽ ഇതുമായിട്ട് പോയപ്പോൾ തന്നെ അവിടെ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളടക്കം എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, മാം അവിടെ വീട്ടിൽ അമ്മയും അച്ഛനും കൂടി തല്ലിവിടുമ്പോൾ ഭയങ്കര സങ്കടമാണ് തോന്നുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ. അത് കുട്ടികൾക്ക് പെയിൻഫുള്ളാണ്. അവരുടെ അനുഭവങ്ങളിൽ കൂടെയാണ് പറയുന്നത്. നമുക്ക് ചില അച്ഛന്മാർ മോശം ഉണ്ടാവും, ചില അമ്മമാരുണ്ടാവും. അപ്പം നമ്മളുടെ അനുഭവം വെച്ചിട്ട് നമ്മളിങ്ങനെ കമൻറ്റുകളൊക്കെ പലതും ഇടാൻ തോന്നും. അങ്ങനെ ഇടണ്ട, അത് അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, കുട്ടികൾ വന്നിട്ട് എന്തെങ്കിലും ഒരു അഭിപ്രായങ്ങൾ പറഞ്ഞു, അങ്ങനെ ഒരു വീഡിയോ കാണുമോ എന്തെങ്കിലും ചെയ്താൽ പറഞ്ഞോട്ടെ, അവരുടെ അഭിപ്രായം കുട്ടി പറഞ്ഞു. അപ്പോൾ ബുദ്ധിപൂർവ്വം എന്ത് ചെയ്യണം, മാതാപിതാക്കൾ എന്ത് ചെയ്യണം, അവരുടെ കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കണം. കാരണം കുട്ടീനെ ഓവറായിട്ട് ഇതിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ ശ്രദ്ധിക്കണം. അത് നമ്മൾ പബ്ലിക്കിന് ഇനി ചെയ്യേണ്ട ഒരു കാര്യം, കട്ട് ചെയ്തിട്ട് ആ വീഡിയോ കൊണ്ടുവന്നിട്ടുള്ള ദയവ് ചെയ്ത് ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും ഇടാതിരിക്കുക. അതുമാതിരി ഇനിയിപ്പോൾ ആരും യൂട്യൂബ് തപ്പിയിട്ട് ആ അമ്മ ഏതാ പോയ ആ പയ്യൻ്റെതെന്ന് അന്വേഷിക്കാൻ പോകണ്ട. ഞാൻ താല്പര്യപ്പെടണില്ല അത് പറയാൻ വേണ്ടിയിട്ട്. കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ്, നിവൃത്തിയില്ല. എന്താണോ നമുക്ക് തോന്നുന്നത് അതിൽ നിന്നല്ലേ നമ്മൾ അഭിപ്രായങ്ങൾ പറയുന്നത്. അപ്പോൾ
ഈ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് ഒരു കുട്ടിക്ക് വേണ്ട ഒരു അറ്റ്മോസ്ഫിയർ കൊടുക്കുക എന്നുള്ളത്. അച്ഛനും അമ്മയ്ക്കും മാത്രമല്ല, നമ്മൾ സൊസൈറ്റിക്കും ഉണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് നമ്മുടെ വീട്ടിലാണ് കൊണ്ടുവരുന്നതെങ്കിൽ നമുക്കതൊരു പബ്ലിക്കിലേക്ക് കൊണ്ടുവരാൻ ഇഷ്ടപ്പെടുമോ? ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര വലുതായിട്ട് വേണ്ട ഏതും, അതിപ്പോൾ ഇന്ന കേസെന്നല്ല, പല കേസുകളുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇത് കണ്ടപ്പോൾ സങ്കടം തോന്നി. ഇപ്പോൾ വീണ്ടും വരുന്നു. ചിലപ്പോൾ ഫെയിമും അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആൾക്കാരിലേക്ക് പോകും. അപ്പോൾ അവരുടെ സ്കൂളുകളിലൊക്കെ അവർക്ക് ഉണ്ടാകുന്ന പ്രഷർ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ നിങ്ങളൊരു ഡിവോഴ്സ് കേസിൽ വരുമ്പോൾ അവിടെ ഡിഗ്രി തരുമ്പോൾ അതിലുണ്ടാവും എന്തൊക്കെയാണ്, അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക, ഇല്ലെങ്കിൽ അതിനനുസരിച്ച് കംപ്ലൈൻറ്റ് ചെയ്യുക. അതൊരു പബ്ലിക്കിലേക്ക് കൊണ്ടുവന്നിട്ട് അവർക്ക് ഒരു മാനനഷ്ടം ഉണ്ടാക്കുന്ന രീതിയിൽ പാടില്ല. നമ്മൾ ചെയ്യുന്നതൊക്കെ ശരി, മറ്റൊരാൾ ചെയ്യുന്ന തെറ്റ് എന്ന് പറയുന്ന രീതിയെ തെറ്റാ. ഇനി നമ്മൾ പബ്ലിക്കിനോട് നമ്മളുടെ അനുഭവം വെച്ചിട്ട് അവരെ നോക്കണ്ട. അവരനുഭവിക്കുന്ന അവരുടെ അനുഭവമാണ്, നമ്മുടെ അനുഭവമല്ല. അതുകൊണ്ട് തന്നെ അവരുടെ അനുഭവത്തിൽ കയറിയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മളൊരു മനുഷ്യത്വത്തോടു കൂടി സംസാരിക്കുക. ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം, കുഞ്ഞുങ്ങൾ അതിലത്തെ കയറിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര സോഫ്റ്റാണ് അവരവരുടെ ഇമോഷൻസ് പറയുന്ന സമയത്ത് നമ്മൾ അതിൽ കയറിയിട്ട് ഒരുപാട് പറയണ്ട. അതൊരു മോശമായൊരു കാര്യമാണ്. പിന്നെ കുട്ടികൾക്ക് അവരുടെ ഫീലിങ്സ് അവർ പെർസീവ് ചെയ്യുന്ന അത്യാവശ്യം പ്രായമ്പോൾ അവർക്ക് പറയാൻ പറ്റും. കാരണം അവരനുഭവിച്ചതിൽ നിന്നാണ് പറയണത്. പിന്നെ മുമ്പുണ്ടായതോ പഴയതോ എന്നല്ല, എന്താണോ സ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അതിൽ അവർ റിയാക്ട് ചെയ്യും. അതൊരു കോമൺ കാര്യമാണ്. നമുക്ക് റീവിക്ടിമൈസേഷൻ ലെവലിലേക്ക് പോകുന്നതാണ് നമ്മൾ മീഡിയയിലേക്ക് കൊണ്ടുവന്ന് ഇവരുടെ അഭിപ്രായങ്ങൾ എടുത്തിട്ട് എല്ലാവരിലേക്ക് എത്തിക്കുന്നത്. നമ്മളെല്ലാവരും നമ്മുടെ ഭാഗങ്ങൾ പറയാൻ തന്നെയാണ് ആഗ്രഹിക്കുക. നമുക്ക് വേണ്ടി പറയാൻ നമ്മളേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, അച്ഛനും അമ്മയുടെയും പ്രഷറിൽ ഒരു കുട്ടി അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നമ്മൾ ചിന്തിക്കുക. അപ്പം നമ്മൾ മുതിർന്ന നമ്മളെ മാതിരിയുള്ള എല്ലാ സോഷ്യൽ മീഡിയയിൽ ഫോൺ കയ്യിലുള്ള ആളുകളും ചിന്തിക്കേണ്ട ഒരു കാര്യം, കമൻറ്റുകൾ ദയവ് ചെയ്തിട്ട് അനാവശ്യമായിട്ട് മോശമായിട്ട് ഇടാതിരിക്കുക. അത് ഒരു കുടുംബത്തിൽ നടന്ന ഒരു പ്രശ്നങ്ങൾ, ഓരോ കുടുംബത്തും അങ്ങനെ പല പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അതിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിക്കുക, എങ്ങനെ അപകടങ്ങളിലേക്ക് പോകണു, നമ്മുടെ കുടുംബത്തിനെ എങ്ങനെ മെച്ചപ്പെടുത്താം, എന്തൊക്കെ നല്ല അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കാം, അത്രയേ ഉള്ളൂ. അനുഭവങ്ങളിൽ കൂടെയല്ലേ പലരും കടന്നു പോകണം. ആ അനുഭവത്തിൽ നിന്ന് അവരെടുക്കുന്ന തീരുമാനമാണ്. പിന്നെ ഇവിടെ നിയമമുണ്ട്, കോടതിയുണ്ട്, അതനുസരിച്ചിട്ടല്ലേ ആ കോടതി തീരുമാനം എടുത്തതല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് നമ്മളുടെ വലിയ കമൻറ്റ് പറയണ്ട. കാരണം നമ്മുടെ വീട്ടിലല്ലല്ലോ, വല്ലവരുടെ വീട്ടിലെ കമൻറ്റുകൾ പറയാൻ നമുക്കൊക്കെ അതാണ്. പിന്നെ ഏതൊരു അച്ഛനും അമ്മയും തീരുമാനം എടുക്കേണ്ട ഒരു കാര്യം, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ചിന്തിക്കുക. നിങ്ങൾ ഒരു കുട്ടിയുടെ ഒരു കാര്യം അങ്ങനെ വരികയാണ്, കുട്ടി അങ്ങനെ പറയുന്ന ഒരു അവസ്ഥ വരികയാണെങ്കിൽ ദയവ് ചെയ്തിട്ട് നിങ്ങൾ റിയാക്ട് ചെയ്യാൻ നിൽക്കുന്നതിന് പകരം നിങ്ങളൊരു പ്രൊഫഷണൽ ഹെൽപ്പോട് കൂടിയിട്ട് അതിനെ സോൾവ് ചെയ്യാൻ നോക്കുക. പബ്ലിക്കിന് നിങ്ങളോടൊരു വലിയ കാര്യമില്ല. നിങ്ങൾ എത്രയൊക്കെ നിങ്ങൾ പറഞ്ഞാലും അവരവരുടെ ഇഷ്ടത്തിനെ അവരെ നിങ്ങൾ കരുതുള്ളൂ. നിങ്ങൾ പറഞ്ഞത് ധരിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഞാൻ പൊതുവായൊരു കാര്യം പറഞ്ഞു എന്ന് മാത്രം.